ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിച്ച് അവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ്, കലൂരാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഒരു ഹോട്ടൽ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇത് ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയമില്ലേ, കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ്, അവിടെയായിട്ടാണ് ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ഞാൻ പേര് പറയട്ടെ, പെപ്പർ ബൈറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ പറയുന്നത് ഇന്ത്യൻ, അറബിക്, സീ ഫുഡ്സ് ഇതെല്ലാം വരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് അഭിപ്രായം അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ്, ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള 2-3 ഐറ്റംസ് നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് അത് പരിചയപ്പെടുത്താം. എന്നിട്ട് അത് എങ്ങനെയുണ്ട് ഫുഡ്, അതിൻ്റെ കറക്റ്റ് ഒരു റിവ്യൂ നിങ്ങൾക്ക് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ ഫുഡ് ഐറ്റംസും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വന്നോട്ടെ, വന്നിട്ട് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ കുറച്ച് ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് എന്ന് പറയുന്നത് കാന്താരി ഫിഷ് തവയാണ് കേട്ടോ. അപ്പോൾ അത് ചെമ്പല്ലിയാണ്, എല്ലാ ഫിഷിൻ്റെയും ഉണ്ട്. അപ്പോൾ ഞാൻ ചെമ്പല്ലിയാണ് പറയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരെണ്ണം കൊള്ളാം, നല്ല ഒറിജിനൽ കാന്താരിയുടെ ആ ഒരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് കിട്ടും എങ്ങനെയാണ് പറയാം. ഒരു സാലഡൊക്കെ വെച്ചിട്ട് തേങ്ങ കൊത്ത് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ? നല്ല ഫ്ലേവർ, കാന്താരിയുടെയും നല്ലൊരു ഫ്ലേവർ. മീനിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്കതിൽ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ഫ്രഷ് മീൻ തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ഫുൾ കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഞങ്ങൾ കഴിക്കാം. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അടുത്ത് നമ്മൾ അൽഫാം, 2 തരത്തിലുള്ള അൽഫാം കറിയുണ്ട്. ഒന്ന് പെരി പെരിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്ന് ഹണിയുടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തോ. ഡുഡു ഏതാ? പെരി പെരി. ഓക്കെ, എങ്ങനെയുണ്ട് നോക്കാം.
അപ്പം അതിന് വേണ്ടിയുള്ള ചട്നി ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. മയോണൈസും ഉണ്ട്, ചട്നിയും ഉണ്ട്. ക്രിസ്പിനെസ്സും എല്ലാം ഉണ്ട്. ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് ഡിപ്പ് ചെയ്യാതെ ടേസ്റ്റ് കിട്ടാം. ഇനി നമുക്ക് അല്പം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം മയോണൈസിൽ. ഈ ചട്നി ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരു വെറൈറ്റി സോസാണ് ഇത്. അത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കിയാൽ സൂപ്പറായില്ല? എനിക്കിഷ്ടം. സൂപ്പറാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഹണി നോക്കാം. ഹണിന്ന് കണ്ടിട്ട് നല്ല ഇതാവുന്നല്ലേ? എങ്ങനെയുണ്ട്? നല്ല ഇഷ്ടപ്പെടില്ലേ? ഹണിയും കൊള്ളാട്ടോ, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റ്. മിക്കവാറും ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഹണി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹണിയുടെ ഒറിജിനൽ ടേസ്റ്റ് ഒന്നുമില്ല ഇല്ലേ? നല്ല സോഫ്റ്റും ടെൻഡർ. അതെ, ടെൻഡർ ചിക്കൻ സൂപ്പറാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ മെയിനായിട്ടുള്ള അവരുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിഷസ് അതാണ്. കാരണം ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തോളൂ. അപ്പോൾ ഞാൻ അതുപോലെ തിരക്കൊഴിയാൻ നോക്കി. ഞാൻ നൈറ്റ് ആയപ്പോഴാണ് ഞങ്ങൾ വന്നത്. കാരണം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എനിക്ക് ആൾക്കാർ കൂടുതൽ നിൽക്കുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്താണ് ഞാൻ ഷൂട്ട് ചെയ്ത്. അപ്പം ഞാൻ അടുത്തും കൂടി ഞാൻ ഓർഡർ ചെയ്യാം, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അടുത്ത് നമ്മൾ പറഞ്ഞത് ഹോങ്കോങ് ചിക്കനാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതാണ് സംഭവം. ഇതും ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഞാൻ കൈ കൊണ്ട് എടുക്കാനുണ്ടോ? പിന്നെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം കഴിക്കാം. കഴിച്ചു സ്പിനാച്ച് കൊള്ളാം. ഇത് വേറൊരു ടേസ്റ്റ്. ഒന്നിട്ട് എനിക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി കേട്ടോ. ഇതും വേറൊരു ടേസ്റ്റാണ്. ഇതും അടിപൊളിയാണ് ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഓരോന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചു. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് അൽഫാമിൻ്റെ കൂടെ കുബൂസും ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഇവരുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇപ്പം ഞാൻ എടുക്കുന്നത് കുഴപ്പമില്ല. എനിക്കതിന് 3 പീസ് ചിക്കൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബിരിയാണി കൊള്ളാം. ബിരിയാണി കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ആവശ്യത്തിനുള്ള ഗ്രേവി ഉള്ളൂ, ഓവർ ഗ്രേവി ഇല്ല. എന്നാൽ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ സാധനങ്ങൾ ഇട്ടു കൊടുക്കുക. ഫ്രണ്ട്സ്, ഞങ്ങൾ ഓർഡർ ചെയ്ത ഈ ഐറ്റംസ് ഇത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ എല്ലാവരും വരണം. വളരെ അടുത്താണ്. അതായത് നമുക്ക് ഇതിന് എൻട്രി ചെയ്യണമെങ്കിൽ കലൂരിൽ നിന്ന് വരുന്നവർക്ക് സ്റ്റേഡിയം ലിങ്ക് റോഡ് വഴി കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ എത്താൻ പറ്റും. തമ്മനത്ത് നിന്ന് വരാണെങ്കിൽ നമ്മുടെ സെൻറ്റ് ജൂഡ് പള്ളിയില്ലേ, സെൻറ്റ് ജൂഡ് പള്ളിയുടെ അവിടെ നിന്ന് പുല്ലപ്പള്ളിയിലേക്ക് പോകണം. സെൻറ്റ് ജൂഡ് പള്ളിയുടെ അവിടെ നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ കയറാം. അവിടെ നിന്ന് വരുമ്പോൾ ബെസ്റ്റ് ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പൈപ്പ് ലൈൻ ഇല്ലേ, നമ്മുടെ പാലാരിട്ടത്ത് നിന്ന് പൈപ്പ് ലൈൻ ഉണ്ട്, ആ വഴി നേരെ വന്നാലും ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ 3 സ്ഥലത്തു നിന്ന് എൻ്റെ അറിവിൽ എൻട്രൻസ് ഉണ്ട്. കക്കരക്കടവിൽ നിന്നും ഒക്കെ കയറി വന്നാലും നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇപ്പോൾ എല്ലാവരും ഇവിടെ വരാം. ഞാൻ ടേസ്റ്റ് ചെയ്തപോലെ ഈ ഐറ്റംസും ഇത് കൂടാതെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ തരത്തിലുള്ള ഡിഷസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ഫുൾ കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇഷ്ടപ്പെടാം.
ഞാൻ ഇതൊന്നും അധികം കുടിക്കൂല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയുള്ളൂ. കൊള്ളേണ്ട ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? പാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇത് മസ്റ്റ് ആയി ആട്ടോ, നിങ്ങൾ വരുമ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ഹെവിയാണ്, ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ അത്യാവശ്യം രണ്ടുപേർക്ക് നന്നായിട്ട് കുടിക്കാം. ഫുഡ് കഴിച്ചിട്ട് കുടിക്കണ അതിലാണ്. നമ്മൾ 2 ഐറ്റം കൂടെ ഓർഡർ ചെയ്തു. പനീർ ബട്ടർ മസാല, അവർക്ക് കുട്ടികൾക്ക് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ നാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. എടുത്തെടുത്തു ടേസ്റ്റ് ചെയ്യും, ചോദിച്ചാൽ അതൊക്കെ ടേസ്റ്റ് ആയി. പീസ് കാണിക്കാൻ പാടില്ല. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് ചെയ്തെങ്കിലും പറ. ടേസ്റ്റ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? ചൂടുണ്ടല്ലേ? നല്ല സോഫ്റ്റാണ്, ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ്. ഞങ്ങൾ മീനൊരു ഇത് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ മസാല ഇല്ലേ, നമ്മുടെ കാന്താരിയുടെ മസാല നല്ല എരിവുണ്ട് കേട്ടോ. കാന്താരി ആകുമ്പോൾ എരിവ് വേണമല്ലോ. അപ്പോൾ ആ ഗ്രേവി നാൻ കൂട്ടി കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ വെച്ചേക്കാം. ലാസ്റ്റ് അതൊന്ന് പിടിക്കണം. ഇഷ്ടപ്പെടാം, അതാണ്. ഇവരുടെ പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നമ്മുടെ മീനാണെങ്കിലും കൊണ്ടുവന്ന് വെച്ചപ്പോഴാണെങ്കിലും അത് വാഴലും അതിൻ്റെ ചുറ്റുമുള്ള ഡെക്കറേഷനും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കൂടെയുള്ള സാലഡില്ല അവർ വെച്ചിരിക്കുന്നത്, ഈ സാലഡിന് വരെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് അവർ ചെയ്യുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. പ്രസൻറ്റേഷൻ ഉൾപ്പെടെ നല്ല, നമ്മൾ സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റ്സിലൊന്നും അങ്ങനെ കാണാറില്ല. ഇതെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളി ആംബിയൻസാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. പാർക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. മതിലിഞ്ഞൊന്നും ഓർഡർ ചെയ്യണോ? വേണ്ടല്ലോ, വേറെ പറഞ്ഞില്ലേ ഞാൻ ബിരിയാണിയോ? വേറെ പറഞ്ഞോ ഫ്രണ്ട്സ്? അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എല്ലാം അതിൻ്റെതായ തനതായ രുചികളോടുള്ള ഫുഡ് തന്നെ കേട്ടോ. ഒരു ആർട്ടിഫിഷ്യൽ രുചികൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ പൈസക്ക് വാല്യൂ ഉള്ള ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പ്രസൻറ്റ് ചെയ്യണത്. നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം. എനിക്കൊരു അധികാരം ഷൂട്ട് പുതിയതായിട്ട് തുടങ്ങണം. അപ്പോൾ ഞങ്ങളൊന്നും അത് ഷൂട്ട് ചെയ്തിട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ വെറുതെ ഷൂട്ട് ചെയ്താൽ പോലെ ഭക്ഷണം കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് വേണം അഭിപ്രായം നിങ്ങളോട് പറയാം. അപ്പോൾ കഴിച്ചതിൽ ഞങ്ങൾ തൃപ്തിയാണ്. ഫാമിലി, ഞങ്ങൾ പിള്ളേരും ഹസ്ബൻഡൊക്കെ തൃപ്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഈ ഏരിയയിലുള്ളവർ, ഈ വഴി പോകുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട്, ഞാൻ പറയില്ല, നമ്മുടെ സ്റ്റേഡിയത്തിന് തൊട്ട് പുറകിലാണ് ഫാമിലി, അതായത് സ്റ്റേഡിയം ലിങ്ക് റോഡ് കയറി നേരെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ്. ഫ്രണ്ട്സ്, പിന്നെ ഈ റെസ്റ്റോറൻറ്റ് നല്ല സ്പേസ് ഉള്ള റെസ്റ്റോറൻറ്റാണ്. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, നമുക്ക് ഫാമിലി ആയിട്ടും എല്ലാം ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. ഞാൻ ഇപ്പോൾ തിരക്ക് ഒഴിഞ്ഞ സമയം നോക്കി ഞാൻ വന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ ആകമൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്തൊക്കെ. അപ്പോൾ അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എവിടെ വരണത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം, നേരത്തെ കേൾക്കാത്തവർക്ക്. ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ കലൂർ സ്റ്റേഡിയമില്ലേ, സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് സ്റ്റേഡിയം ലിങ്ക് റോഡാണ്. അതുവഴി വരാണെങ്കിൽ നമുക്ക് സ്കൈലൈൻ ലെജൻഡിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അതേപോലെ തന്നെ തമ്മനം പാലായിട്ട് പൈപ്പ് ലൈൻ റോഡ് കയറി നേരെ വന്നാൽ നമുക്കിവിടെ എത്താൻ പറ്റും.
പിന്നെ തമ്മനം റോട്ടിൽ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാലും സെൻറ്റ് ജൂഡ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേഡിയം ലിങ്ക് റോഡ് കയറി വന്നാലും നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ 3-4 ഡയറക്ഷനിലൂടെ വന്നാലും നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് എത്താൻ പറ്റും. അപ്പോൾ അത്രയും എളുപ്പം നമുക്ക് പോകാൻ പറ്റും. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന വഴിയായിരിക്കും ഈ വഴിയൊക്കെ. അപ്പോൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇനി നിങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നൈറ്റ് എനിക്ക് 11 AM വരെയാണ്, 11 PM വരെ ഇവരുടെ ടൈമുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ആ സമയത്തൊക്കെ ഫുഡ് നോക്കി നല്ലൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാം. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു, ഷുവറാണ്. നമ്മുടെ ഓണം വരാണല്ലോ, അപ്പോൾ ഓണം പ്രമാണിച്ച് ഇവരിവിടെ സദ്യ റെഡിയാക്കിയിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മെയിനായിട്ട് ഓർഡർ ചെയ്യുന്നതനുസരിച്ചാണ് അവർ, കാരണം ഒരുവിധം അത്യാവശ്യം നല്ല ഡൈനിങ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് സദ്യ വേണം, സദ്യ പുറത്തുപോയി കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇവിടെ തീർച്ചയായിട്ടും വരാം. ഇവിടുത്തെ സദ്യ ഓണസദ്യ തന്നെ ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ വഴി പോകുന്നവർക്കും ഇനി ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ ആഘോഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാനിവിടെ നിന്ന് കഴിച്ചിട്ട് ഇനി നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഇവിടെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവർ വന്ന് ട്രൈ ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്തുള്ള ഹോട്ടൽസൊക്കെ റെസ്റ്റോറൻറ്റ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ അഭിപ്രായം ജെന്യൂൻ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വരാം. അതൊരു ബൈ ഫ്രണ്ട്സ്.